തിരുവനന്തപുരം മുട്ടത്തറയിൽ പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച 332 ഫ്ളാറ്റുകളാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈമാറിയത്. അതീവ സന്തോഷം പകരുന്ന ചടങ്ങാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ചെയ്യാവുന്നതല്ല ഇത്. തീരദേശ പാക്കേജിനായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു സംസ്ഥാനത്തിനെ കൊണ്ട് സാധിക്കാവുന്ന പദ്ധതിയാണോ ഇത് എന്നുള്ള ആശങ്ക ഒരുപാട് കോണുകളിൽ ആദ്യഘട്ടത്തിലൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെയും മറികടന്നുകൊണ്ട് വിജയകരമായി തന്നെ മികച്ച നിലയിൽ അത് പൂർത്തിയാക്കാൻ സർക്കാരിനായിരിക്കുന്നു. ആ കുടുംബങ്ങളുടെയൊക്കെയും സന്തോഷം. 300-ലധികം കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ വീടൊരുങ്ങുന്നത്, താമസമൊരുങ്ങുന്നത്. തീർച്ചയായും അസിത, അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തീരപ്രദേശത്ത് അവരുടെ പുനരധിവാസ പദ്ധതി സർക്കാർ 2023 പ്രഖ്യാപിക്കുന്നു. സമയബന്ധിതമായി പൂർത്തിയാക്കി അവർക്ക് താക്കോലുകൾ നൽകിക്കഴിഞ്ഞു. മുട്ടത്തറയിൽ ഇപ്പോൾ ഈ പറഞ്ഞ 332 ഫ്ളാറ്റുകൾ, ബാക്കി വരുന്ന 68 ഫ്ളാറ്റുകളെ സംബന്ധിച്ച് പരിസ്ഥിതി വകുപ്പിൻ്റെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അതുകൂടി പൂർത്തിയാക്കി ബാക്കി 68 വീടുകൾ കൂടി നൽകും. അങ്ങനെ 400 വീടുകളാണ്, ഭവന സമുച്ചയമാണ് ഇവിടെ മുട്ടത്തറയിൽ പൂർത്തിയാക്കി സർക്കാർ, ഇടതു സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് തീരപ്രദേശത്ത് വലിയ തരത്തിൽ കടലെടുക്കുന്ന സ്ഥിതി ഉണ്ട്. വലിയ തരത്തിലുള്ള ആഘാതമാണ് തീരപ്രദേശത്ത് തീരശോഷണം ഉണ്ടാകുന്നു. ഇത് സംസ്ഥാന സർക്കാരിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. വലിയ തരത്തിൽ ഭീമമായ തുകയാണ് ഈ തീരസംരക്ഷണത്തിന് വേണ്ടി വരുന്നത്. അത് കേന്ദ്ര സർക്കാർ അതിർത്തി പ്രദേശം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ പ്രത്യേക മുൻകൈ എടുക്കേണ്ടത്. ഈ പരിസ്ഥിതി തീരസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ സമീപിച്ചിരുന്നു. പല തവണ കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ചിട്ടുള്ള പാക്കേജിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകി. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും കേരളത്തിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാം എന്ന നിലപാടിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് മുട്ടത്തറയിൽ ഉയർന്നു പൊങ്ങിയ ഈ 332 ഫ്ളാറ്റുകൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവർക്ക് ഈ പ്രത്യാശ എന്നാണ് ഈ ഫ്ളാറ്റിൻ്റെ പേര്. അവർക്ക് ഈ പ്രത്യാശ നിർഭരമായ ഒരു ജീവിതമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തിയത്. മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങളുമായി സർക്കാർ ഇനിയും മുന്നോട്ട് പോകും. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് നിലവിൽ തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ഓഖിയിൽ ഉൾപ്പെടുത്തിയും 14,000-ഓളം വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ച് നൽകിക്കഴിഞ്ഞു. വിവിധ പദ്ധതികളുടെ ആകെ തുക പരിശോധിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഏകദേശം 20,000-ഓളം വീടുകൾ ആകെ ഇതിനകം തന്നെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച് നൽകി എന്ന കാര്യവും ഇന്നത്തെ ചടങ്ങിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കരുതലാണ് ഈ സർക്കാർ കാണുന്നത്. കാരണം മറ്റ് മേഖലകളെ പോലെയല്ല, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് നിരവധി തൊഴിൽ മേഖലയിൽ നിരവധി വെല്ലുവിളി നേരിടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിൻ്റെ സൈന്യമായി മാറിയ വിഭാഗമാണ്. മത്സ്യത്തൊഴിലാളികളുടെ കരുതൽ എന്ത് തന്നെ ചെയ്താലും ഒന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യുന്നത് അധികമായി മാറില്ല. അതുകൊണ്ട് ഇനിയും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. അല്പം മുമ്പ് തന്നെ ഈ പലരുമായി നമ്മൾ ഈ വീടിൻ്റെ ഗുണഭോക്താക്കളുമായി നമ്മൾ സംസാരിച്ചതാണ്. ഓരോരുത്തരും അവർ പറയുന്നത് സമയബന്ധിതമായ വീടെന്ന സ്വപ്നം അവർക്ക് സാക്ഷാത്കരിക്കാനുമായി സർക്കാരിന് പൂർണ്ണമായ പിന്തുണയും അഭിനന്ദനവും അവരുടെ നന്ദിയുമാണ് രേഖപ്പെടുത്തിയത്. അസിത. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.